നടൻ രമേശ് പിഷാരടി UDFിന്റെ സ്ഥാനാർത്ഥിയാണ് പാലക്കാട് മണ്ഡലത്തിൽ. അദ്ദേഹം UDFിനെയും കൊണ്ടേ പോകൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മെല്ലെ മെല്ലെ വളർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദരേഖ കേൾക്കൂ. ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല. മധ്യേഷ്യൻ പ്രശ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അങ്ങനെയൊക്കെ നടന്നാൽ ഇവിടെ എന്താണ് കാര്യം? ഇവിടെ അതിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതാണ് ചോദിക്കുന്നത് ആര്? രമേശ് പിഷാരടി. കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമാണ് മധ്യേഷ്യൻ പ്രശ്നം. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷമൊക്കെ വലിയ ചർച്ചയാണ്. അതിൻ്റെ ദുരിതം മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ ഗ്യാസ് ഇല്ലാത്ത അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവിടെ യുദ്ധം നടന്നാൽ നമ്മൾ ഇവിടെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അരാഷ്ട്രീയതയുണ്ടല്ലോ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, ഒരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത ആളാണ് പിഷാരടി എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. അതുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം പ്രയോഗിച്ച ഒരു വാക്ക് കോമാളി, അത് തെറ്റായിപ്പോയി, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ തോമസ് ഐസക് കൃത്യം രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതും കൂടി കേൾക്കാം. എൻ്റെ വിമർശനം രാഷ്ട്രീയമാണ്. ഇന്ന് ലോകത്തെയും രാജ്യത്തെയും കേരളത്തിലെയും ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മധ്യേഷ്യയിലെ പ്രതിസന്ധിയാണെന്ന്. അവിടുത്തെ ആ പ്രതിസന്ധിയെക്കുറിച്ച്, പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിലപാടുണ്ട്, കോൺഗ്രസിന് നിലപാടുണ്ടെന്ന്. ആ നിലപാടിന് വിരുദ്ധമായിട്ട് അവിടെ പാലസ്തീനിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തിനാ കടുപിടിക്കുന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയമില്ലായ്മയില്ലേ അതിനെ വിമർശിച്ചത്. ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് മതനിരപേക്ഷ ശക്തികളുടെ വോട്ട് കിട്ടുമോ അവിടെ പാലക്കാട്? ഇനിയിപ്പോൾ പാലക്കാടേക്ക് വന്നാലോ? പാലക്കാട് മണ്ഡലത്തിലും രമേശ് പിഷാരടിയുടെ ഈ വാക്കുകൾ ചർച്ചയായിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രമേശ് പിഷാരടിക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ബോധമില്ല, മതനിരപേക്ഷ മനസ്സുകളെ വേദനിപ്പിക്കുന്ന രൂപത്തിലാണ് രമേശ് പിഷാരടി സംസാരിക്കുന്നത് എന്നാണ് EN സുരേഷ് ബാബു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഈ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയതിൽ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നാ ഇദ്ദേഹം പറയുന്നത്. ഞാൻ അതുകൊണ്ടാ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെയാണോ? ഇദ്ദേഹം ഒരു അരസംഖ്യയെ പോലെയല്ലേ സംസാരിച്ചത്? ഈ സംഖ്യകൾക്ക് മാത്രമല്ലേ ലോകത്തിലെ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോ ഒരു അരസംഖ്യയുടെ മനസ്സുമായി ഇവിടെ UDFിന്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിന്റെ തുടർച്ച. രമേശ് പിഷാരടിയുടെ ഈ വാക്കുകൾ കേരളത്തിൽ വലിയ ചർച്ചയാകാൻ പോവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി എന്നോർക്കണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരും, മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരും. ഈ പ്രശ്നത്തിൽ എന്താണ് നിലപാട് എന്നത് സംബന്ധിച്ച് എന്ന് വെച്ചാൽ രമേശ് പിഷാരടിയെ തള്ളിപ്പറയേണ്ടി വരും കോൺഗ്രസിനും UDFിനും, UDFിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ചും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും. ഇറാഖ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF തൂത്തുവാരിയത് നാം കണ്ടതാണ് എന്നതുപോലെ തന്നെ പിഷാരടിയുടെ വാക്കുകൾ കേരളത്തിൽ വലിയ ചർച്ചയാകാൻ പോവുകയും വോട്ടിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യും.